പാരലൽ സ്പേസിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥിയുടെ പേര് പറഞ്ഞാലോ അയാളെ കണ്ടാലോ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടുകയില്ല. അയാളുടെ ശബ്ദം കേൾക്കണം. ശബ്ദത്തിലൂടെയാണ് അദ്ദേഹത്തെ നമ്മൾ തിരിച്ചറിയുക. വാട്സാപ്പിലൂടെ നാം ഒരുപാട് കേട്ടതാണ്, ആസ്വദിച്ചതാണ്, അത് കേട്ട് പൊട്ടിച്ചിരിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് കേൾക്കാം. വേറൊരു നാടിന്റെ മാതിരിയല്ല. ഊരകത്തെ പാറക്കണ്ണി വന്നാണ്ട് പിത്തന കളിച്ചാല് ചെലപ്പം തിരിച്ചു പോവാൻ ഊരുണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? ഇവിടെയാണ് തോട്ടുങ്ങല അസർപ്പും മാമാടത്തെ മുജീബും പുടിയക്കല ശിയാബും ഉത്തമാവുങ്ങല ഇബ്രാഹിമും കോടാലി ഇസ്മായിലും പാർപ്പാരൻ ഇഷ്ഫാഖൊക്കെ ഉള്ളത്. ഇവരാണ് ഇവിടുത്തെ ചട്ടമ്പികള്. ഇവരെ നേതാവാണ് മൂസാക്ക. ഈ ഗാങ്ങിലാണ് അപ്പൂട്ടി എന്ന് വിളിച്ചണേ അപ്പൂപ്പൻ റൌഫ് ഉള്ളത്. റൌഫ് ഏതാന്നറിയോ? ഊരകം പാറക്കണ്ണിയിലെ കോയിപ്പുറം പാടത്തെ മൂച്ചിത്തോടി മേലാത്ര വീട്ടിലെ ഡോണാണ് ഈ റൌഫ്. നാഷണൽ പബ്ലിക് സ്കൂളിലും ഇസ്ലായിലും വേങ്ങര ബോയ്സിലും മലബാർ കോളേജിലൊക്കെ രാധാമണി ടീച്ചറെ ട്യൂഷന്റെ പിൻബലം കൊണ്ട് ചെക്കൻ വല്ലാതാണ്ട് ബാക്കൊക്കെ പോവാതെ ജയിച്ചു. നീളം കൊണ്ട് ബനെ തോൽപ്പിച്ചാന് പാറക്കണ്ണിയിൽ റൌഫിന് വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത് കുഞ്ഞാലിയാക്ക മാത്രമുള്ളൂ. കർമൂസ പറിച്ചാനും അടക്ക പറിച്ചാനൊക്കെ ഇവന്റെ വാർഡിലെ ഒരു പെരക്കാരും തോട്ടി ഉപയോഗിച്ചില്ല. ഒക്കെ നമ്മളെ പുരാപ്പിളെ പറിച്ചാല്. കല്യാണ ആശംസകളും ഷോപ്പുകളുടെയും മറ്റു കച്ചവട സ്ഥാപനങ്ങളുടെയും എല്ലാം പരസ്യങ്ങൾ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വോയിസിലാണ് കൊണ്ടാടപ്പെടുന്നത്, വാട്സാപ്പിലും മറ്റും. വിശേഷ്യ മലബാർ ഏരിയയിൽ ആരാണ് ഈ ശബ്ദത്തിന്റെ ഉടമ എന്നറിയണ്ടേ? അദ്ദേഹമാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ജുനൈസ് പാണാളി. ജുനൈസ്, എന്താണ് വാട്സാപ്പ് തുറന്നാൽ മുഴുവൻ ജുനൈസിന്റെ ശൈലിയിലുള്ള പരസ്യങ്ങളും കല്യാണ ആശംസകളും? എങ്ങനെയാണ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്? അതായത് മലപ്പുറം ഭാഷ പലരും അവഹേളിക്കുന്നുണ്ട്. അതിനെതിരെ ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് നമ്മളിത് തുടങ്ങുന്നത്. മലപ്പുറത്തിന് ഇത്രക്ക് ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ആദ്യമായിട്ട് ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു കുട്ടിയുടെ കല്യാണത്തിനാണ് നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. അന്നേരം നാട്ടുകാരും സുഹൃത്തുക്കളും പറഞ്ഞു ഈ സംഭവം തരക്കേടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ആ സാധനം വൈറലായി. പിന്നീട് നിരന്തരം വർക്കുകളാണ്. അതിപ്പോൾ റെസ്റ്റോറന്റിന്റെ വർക്കുകളായി. അങ്ങനെ മാറിപ്പോകുന്നു. ഈ മലപ്പുറം ഭാഷയെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏത് രൂപത്തിലാണ് ഇപ്പോൾ ജുനൈസ് ഉദ്ദേശിച്ചത്? നമ്മൾ വേറൊരു ജില്ലയിലോ മറ്റു സ്ഥലങ്ങളിലോ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഭാഷ കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു ചോദ്യമുണ്ട്, മലപ്പുറമാണല്ലേ? ഇപ്പൊ അവര് ചോദിക്കൂല. കാരണം മലപ്പുറമാണെന്നുള്ളത് അവർക്ക് പക്ക അറിയാം മലപ്പുറം എന്താണെന്ന്. അതിന് കാരണമായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ ഇറങ്ങിയ സിനിമകളൊക്കെ ഉണ്ട്. അതിൽ പക്ക മലപ്പുറം എന്ന് പറഞ്ഞിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് പക്ക മലപ്പുറം അല്ല. പക്കയെങ്കിൽ ഇന്റെ അദ്ദൂനി എന്നൊക്കെ പറയുന്ന ലാംഗ്വേജ് ഉണ്ട്. അത് പക്ക മലപ്പുറമായിട്ട് നമ്മളൊരിക്കലും കേട്ട ഭാഷയല്ല. അപ്പൊ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് എന്താണ് മലപ്പുറം, അല്ലെങ്കിൽ ഏത് ടൈപ്പിലുള്ള ലാംഗ്വേജാണ് മലപ്പുറത്തുകാർ സംസാരിക്കുന്നത് എന്നുള്ളതൊന്ന് കാണിച്ചു കൊടുത്തതാണ്. ഇങ്ങനെ വന്നപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ കാരണം ഈ വാട്സാപ്പിലൂടെയാണോ അതോ ഫേസ്ബുക്കിലൂടെ? എങ്ങനെയാണ് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു കാരണം ഉണ്ടായത്? രണ്ട് സോഷ്യൽ മീഡിയ ആയാലും ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും ഒരുപോലെ പ്രചോദനം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് ഗംഭീരമാകും, പൊരിക്കും എന്ന് പറഞ്ഞ് ആരാണ് പ്രചോദനം നൽകിയത്? അങ്ങനെ ചോദിച്ചാൽ കൂട്ടുകാരും നാട്ടുകാരും തന്നെയാണ് അതിന് കൂടുതലായിട്ടും പിന്തുണ നൽകിയത്. ഇന്നും അവർ തന്നെയാണ് നൽകുന്നത്. മലപ്പുറത്ത് മാത്രമല്ല, ഒരിക്കൽ കാസർഗോഡ് അവിടെയുള്ള ഒരു ഷോപ്പിന്റെ പരസ്യം കേൾക്കാനുണ്ടായി. അതും നമ്മുടെ ഈ ലാംഗ്വേജിലാണ് അവർ യൂസ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ മറ്റു ജില്ലകളിൽ നിന്നുള്ള പരസ്യങ്ങളൊക്കെ കിട്ടാറുണ്ടോ? 14 ജില്ലയിൽ ഓൾറെഡി നമ്മൾ ചെയ്തു. പിന്നെ അമേരിക്കയിൽ തന്നെ ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് അമേരിക്കൻ മലയാളികളായിട്ടുള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്ത് വർക്ക് ചെയ്യിച്ചിരുന്നു. അവരും ഹാപ്പിയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ മലപ്പുറം ഭാഷ എന്ന് പറയുന്നത് കേരളത്തിലും അതിനു പുറത്തും ഇപ്പോൾ ഓൾറെഡി ഫേമസ് ആണെന്നാണ്. ഈ രംഗത്ത് വന്നിട്ട് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ വല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും വീരം എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഓഡിയോ ട്രെയിലർ ചെയ്യാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിരന്തരം വർക്കുകൾ വരുന്നുണ്ട്. ജയരാജ് സാർ എന്ന് പറയുന്ന സംവിധായകരിൽ തന്നെ അത്ഭുതങ്ങൾ കാണിച്ച വ്യക്തി, അദ്ദേഹം എന്നെ നേരിട്ട് കാണുകയും അതിനുള്ള വർക്കിനുള്ള സംഭവങ്ങൾ പറഞ്ഞു തരികയും വീരത്തിന് ഓഡിയോ ട്രെയിലർ ചെയ്യുക എന്ന് പറയുന്ന ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എനിക്ക് ഫെബ്രുവരി 24 എത്താ പരിപാടി? പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ല. എന്നാലും അന്ന് ഞമ്മക്കൊരു സിനിമക്ക് പോണം. ഏത് സിനിമക്ക്? 35 കോടി ചെലവിലേ ജയരാജ് സാർ ഒരു സിനിമ ഉണ്ടാക്കീന്. കളരിയാണ് അതില് മൊത്തം. അതിന് ഈ അഭിനയിച്ചവർക്കൊക്കെ കളരി അറിയോ?
എത്തോ അൽക്കാമല്ല ചോദ്യാ ചങ്ങായി ചോദിച്ചണേ ഓരൊക്കെ അത് പഠിച്ചിണെന്ന് പിന്നെ ഇംഗ്ലീഷ് പാഠത്തിലൊക്കെ ഉള്ള ആൾക്കാർ അതിലെ തല്ലും പൊടിയൊക്കെ ബലെ പഠിപ്പിച്ചത്. ഇജ്ജൊന്ന് ബടായി അടിച്ചാതെ നിന്നാ. ബാഡായി അല്ല ചങ്ങായി, ഓസ്കാർ പരിഗണനാ പട്ടികയിൽ വരെ ഈ സിനിമ എത്തിണ്. പാട്ടൊക്കെ സൂപ്പർ ഹിറ്റാ. ദീത്ത കഥത്താ വടക്കമ്പാട്ടിലെ ചന്തുവിനെയും പിന്നെ ഷേക്സ്പിയറെ മാക്ബത്തിനെയും ഒരുമിപ്പിച്ചുണ്ടാക്കിയ ഒരു സിനിമ. എങ്ങനെ നമ്മളെ മുസ്താരിസ്റ്റും ലേവൊക്കെ കൂടി കൂട്ടി കുഴച്ചുണ്ടാക്കിയ മായിട്ടൊരു സാധനം. പടക്കുറുപ്പല്ല 18 കളരിക്കും ജേകോൻ അതാണ്ട്. വടക്കം ഭാഷയിലാണ് വർത്താനൊക്കെ പറയുന്നത്. അപ്പൊ വടക്കം പാട്ടുണ്ടാവുമല്ലോ. അതുണ്ടല്ലോ. ഈ പടത്തിൽ ഡയലോഗ് ഇല്ലേ? ജി പൊട്ടത്തരം എങ്ങനെ പറയല്ലേ? ഡയലോഗ് ഇല്ലാതെ പടം ഉണ്ടാവോ? ഉണ്ട്, എന്നാ കേട്ടിക്കോ. ഇരുമ്പാണി തട്ടി കഴിച്ചാണ്ട് മുളയാണിട്ട് മുറിക്കാണ്ട് പോൻകാരൻ തേച്ചു വളക്കണം. വല്ലാത്ത ജാതി ഡയലോഗ്. പിന്നെ സാറ് തന്നെ എന്നെ കുറിച്ചും ഒരു ചെറിയ വീഡിയോയിൽ ഒന്ന് പറഞ്ഞതാണ്. ആ വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഓരോ നാടിന്റെ ഭാഷയ്ക്കും അതിൻ്റെതായ ഭംഗിയുണ്ട്. ഞാൻ വീരം വടക്കൻ പാട്ട് വടക്കൻ ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പരസ്യം തീർച്ചയായും വ്യത്യസ്തമായ ഒരു പ്രാദേശിക ഭാഷയിലാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ കൊണ്ടോട്ടിക്കാരൻ പാണാളി ജുനൈസിനെ പരിചയപ്പെടുന്നത്. ജുനൈസ് മലപ്പുറം ഭാഷ അല്ലെങ്കിൽ കൊണ്ടോട്ടി ഭാഷ വളരെ മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പരസ്യം കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ പ്രാദേശിക ഭാഷ കൊണ്ടോട്ടിക്കാരൻ പാഞ്ഞാളി ജുനൈസിന്റെ ഭദ്രമായിട്ടുണ്ടെന്ന് മനസ്സിലാവും. മലപ്പുറത്തിന്റെ ആ ശൈലി മാത്രമാണ് ഇപ്പോൾ ജുനൈസ് യൂസ് ചെയ്ത് വരുന്നത്. ഇത് മാറ്റി നമുക്ക് കാസർഗോഡ് ഭാഗത്ത് നമുക്ക് അത് ശരിക്കും മനസ്സിലാവില്ല. അതുപോലെ തന്നെ കാസർഗോഡ് ശൈലി എന്ന് പറയുന്നത് പിന്നെ അത്ര ഇപ്പോൾ ഏകദേശം മമ്മൂട്ടിയുടെ ഒരു സിനിമ വന്നപ്പോഴാണ് അതിന്റെ രൂപം നമുക്ക് മനസ്സിലായത്. അതിനു മുമ്പ് തിരുവനന്തപുരം സുരാജിന്റെ ഒരു സ്വന്തമായിരുന്നു. തിരുവനന്തപുരം ഭാഷ സുരാജിലൂടെയാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്. അതിനുശേഷം ജംനാപ്യാരി വന്നപ്പോൾ തൃശ്ശൂരിന്റെ ആ ശൈലിയും നമുക്ക് മനസ്സിലായി. ഈ ഒരു ശൈലികളൊക്കെ ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? ഞാൻ ഈ സംഭവം പരീക്ഷിക്കാൻ നോക്കിയത് തന്നെയാണ്. പക്ഷേ നമ്മുടെ 14 ജില്ലയിലും ഒരുപോലെ ഈ ഭാഷ വഴങ്ങണമെന്നില്ല. ഒരുപക്ഷെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാസർഗോഡ് ഭാഷ തിരുവനന്തപുരമുള്ള ആളുകൾക്ക് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ പാടാണ്. ആ നേരം നമ്മുടെ മലപ്പുറം ഭാഷ 14 ജില്ലക്കാർക്കും ഒരുപോലെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ക മലപ്പുറത്തിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് തെക്കൻ ഏരിയകളിലോട്ട് പോകുമ്പോൾ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണെങ്കിലും അവർ വർക്ക് ചെയ്യിക്കുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ജുനൈസ് ലൈവായിട്ടൊരു സാധനം ഒന്ന് അലക്കിയാലോ? നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്, നിങ്ങളാണ് എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചത്. അപ്പോൾ എൻ്റെ പ്രവാസി മലയാളികളായ സുഹൃത്തുക്കൾക്കും എൻ്റെ നാട്ടുകാർക്കും മലപ്പുറം ജില്ലയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് തേങ്ങയും മാങ്ങയും ചക്കിയൊക്കെ ഉള്ള നമ്മളെ മലപ്പുറം ജില്ല. ആ മലപ്പുറം ജില്ലയില് കുറെ കാണാൻ രസമുള്ളവരും കുറെ കാണാൻ രസമില്ലാത്തവരും അതിന്റെ ഇടയിൽ നുറുക്കും ചായയും കുടിച്ചാണ്ട് നാളെ പൈസ തരട്ടോ എന്ന് പറഞ്ഞ് മുങ്ങി നടക്കണ കാക്കാരും മോയിൻകുട്ടിയെ വൈദ്യരെ പാട്ടും കേട്ടുകൊണ്ടിരുന്നെ നമ്മളെ കൊണ്ടോട്ടി. ഈ കൊണ്ടോട്ടി കന്നനങ്ങള് കുണ്ടാണ്ട് കണ്ടാല് കുജോട് കുജി പജീന്റെ നെജ്ജി കജിമലായാലോ കെഗ്യാലും പോവില്ല. ഇങ്ങനൊക്കെ പറയുമ്പോഴും ഞമ്മക്ക് അഭിമാനാണ്. കാരണം എത്താന്നറിയോ, ഞമ്മള് മാൽപ്പുറത്താരാ, ഞങ്ങള് ചത്താലും ഒറ്റക്കെട്ട. വളരെ നന്നായിട്ടുണ്ട്. ജുനൈസിന് അപരന്മാർ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? സത്യത്തിലുണ്ടാകാം. കാരണം നമ്മളൊരു സാധനം കൊണ്ടുവന്ന് അതിനെ ഒരുപാട് ആളുകൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട്. അത് മുകളിൽ വരുമ്പോൾ വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. എത്ര ഇപ്പോൾ ഏകദേശം ഇതിന്റെ കൂലി, ഇതിന്റെ പ്രതിഫലം പറയുന്നത് ശരിയല്ല എങ്കിൽ പോലും നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് വലിയൊരു സംഖ്യയാണോ, എങ്ങനെയാണ് ഇതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമെങ്കിൽ നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാമോ? നമ്മൾ കല്യാണങ്ങളാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പൊ അതിന് 2,500 ഒരു വരനെ കുറിച്ചാണെങ്കിലും വധുവിനെ കുറിച്ചാണെങ്കിലും ഇതൊക്കെ നേരത്തെ പഠിക്കണമല്ലോ. അപ്പോൾ ജുനൈസിന്റെ ശൈലിയിലേക്ക് സ്ക്രിപ്റ്റ് മാറ്റുമ്പോൾ അതിനെക്കുറിച്ച് ആരാണത്, അവർ ഏൽപ്പിക്കപ്പെടുന്ന ആള് പറഞ്ഞു കേട്ടിട്ടാണോ അതോ അവരെ ശരിക്കും പഠിച്ചിട്ടാണോ അത് പറയുന്നത്? ശരിക്കും അവരുടെ അടുത്ത് നമ്മൾ പോയിന്റാണ് മേടിക്കുന്നത്. ആ പോയിന്റ് നമ്മൾ ഓർഡർ ചെയ്ത് സ്ക്രിപ്റ്റ് പോലെ ആക്കിയിട്ടാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് അവരെ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ വോയിസ് എടുക്കുന്നത്. അതെ, സ്ക്രിപ്റ്റ് ജസ്റ്റ് അവരെ ഒരു സാമ്പിൾ വോയിസ് അവരെ കേൾപ്പിക്കും. അതിനുശേഷം നമ്മുടെ മലപ്പുറം പാറ്റേണിൽ ഡബ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വോയിസ് ഏതായിരുന്നു? കാലിക്കറ്റിലെ വൈറ്റമിൻ കോർണർ, ആലുവയിൽ ആദമിന്റെ ചായക്കട, റെസ്റ്റോറന്റുകളുടേതാണ്. പിന്നെ വീരം സിനിമ, കല്യാണങ്ങൾ പിന്നെ ആൾറെഡി ഏകദേശം എത്രത്തോളം വോയിസ് ആണ് ഇപ്പോൾ ചെയ്ത് ഓർമ്മയിലുണ്ടോ? 1500-ലധികം. 1500-ലധികം ചെയ്തു. അത്യാവശ്യം ക്യാഷായി. ഓൾറെഡി ഇപ്പോൾ ജുനൈസ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡിഗ്രി 3rd ഇയർ വിദ്യാർത്ഥിയാണ്, ബി ഇംഗ്ലീഷ്. എന്തിലാണ് ഇപ്പോൾ താല്പര്യമുള്ളത്? ഇപ്പോൾ ഏത് രംഗത്താണ്? ഇപ്പോൾ മിമിക്രി ബേസിൽ പോകാൻ താല്പര്യമുണ്ടോ അതോ വേറെ ഏതെങ്കിലും രംഗം കീഴടക്കാനാണോ താല്പര്യം? സിനിമയിലേക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ താല്പര്യമുണ്ട്, ആക്ട് ചെയ്യാനും താല്പര്യമുണ്ട്. അതും മലപ്പുറം ടച്ചിൽ തന്നെ എഴുതണം എന്നാണ് ആഗ്രഹം. ഇപ്പോൾ കേൽപ്പത്ത് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയൊക്കെ ഇറങ്ങിയിരുന്നല്ലോ, അതൊക്കെ കണ്ടിരുന്നോ? അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് അതൊക്കെ ഒരു മലപ്പുറം ടച്ച് തന്നെയാണോ ശരിക്കും? പക്കാ മലപ്പുറം ടച്ച് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആൾറെഡി ഒരു പടം എന്നോട് സംസാരിച്ചിട്ടുണ്ട്.
അത് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ക്രിപ്റ്റ് കോൺട്രിബ്യൂട്ടർ ആയിട്ട് ഞാനുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കാം നമുക്ക് എന്താണ് പക്കാ മലപ്പുറം. ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ? അത് കുറച്ച് ന്യൂ ജനറേഷൻ പിള്ളേരാണ്. അപ്കമിംഗ് ആയിട്ട് വരാനിരിക്കുന്ന നല്ല കഴിവുള്ള പിള്ളേർ തന്നെയാണ്. വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഉമ്മ, ഉപ്പ, 2 പെങ്ങന്മാര്, പിന്നെ ഞാൻ. ജുനൈസിന്റെ ശരിക്കും സ്വദേശം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ജുനൈസ് ഈ പാരലൽ സ്പേസിൽ വന്നതിനും ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചതിനും. എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? നിങ്ങളുടെ പ്രേക്ഷകരോടും എന്റെ പ്രേക്ഷകരോടും പറയാനുള്ളത്, നിങ്ങളൊക്കെ എന്റെ ശബ്ദം കേൾക്കുന്നതാണ്. എന്നെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്, ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ ആയെങ്കിലും എത്തിച്ചത് ദർശന TV ആണ്. അതിന് ദർശന TVയോടും അതിന്റെ പ്രേക്ഷകരോടും നന്ദി പറയാം. ഓക്കെ, വളരെ സന്തോഷം. ഈ ലോകം അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയവുമായി, പുതിയൊരു അതിഥിയുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ സൈൻ ഔട്ട്. നന്ദി, നമസ്കാരം.